ഒരു 2-3 വർഷമായിക്കണം എൻ്റെ പിന്നാലെ ഈ പുത്തൂരിലെ പ്രധാനപ്പെട്ട പലരും ഇങ്ങനെ കൂടുതൽ തുടങ്ങിയിട്ട്, പണ്ഡിതന്മാരും നിങ്ങൾ ഇവിടുത്തെ ഖാദിസ്ഥാനെ ഏൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഖാദിസ്ഥാനെ ഏൽക്കുക എന്ന് പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് ഖാദിസ്ഥാനായിട്ട് നന്ദിയിലാണ്. അത് ശംസുൽ ഉലമ എന്ന അവിടെ ഖാദി മൂപ്പര മരണശേഷം അതൊരു ബർക്കത്തിന് ഏൽക്കുക എന്നുള്ള നിലയ്ക്ക് ഏറ്റിയതാണ്. കോഴിക്കോട് വലിയ ഖാദി ശിഹാബുദ്ദീനും ബിച്ചുകോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ അവരെ പഴയ മിനിറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും ഇന്ന ഖാദിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഞാനത് സ്വീകരിച്ചിട്ടില്ല. പിന്നെ കാഞ്ഞങ്ങാട് ആറ്റക്കോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ കാഞ്ഞങ്ങാട്ടുകാരിൻ്റെ വീട്ടിൽ 1-2 പ്രാവശ്യം വന്നു. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, എന്തിനാ അത്ര നീട്ടിക്കൊണ്ടുപോകണം, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു മാസം കഴിഞ്ഞിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഒരു മാസം കഴിയട്ടെ, ഞാനൊന്ന് ഇസ്തിഖാറത്ത് ചെയ്യട്ടെ, ശംസുൽ ഉലമനെ സിയാറത്ത് ചെയ്യട്ടെ, എന്നിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഇത് ഏറ്റതും അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ പലപ്പോഴും ഇത് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഞാൻ ഒന്നിരിക്കൽ നിങ്ങൾ പലരെയും ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, പേരൊന്നും ഞാനിപ്പോൾ പറഞ്ഞില്ല, അവരാക്കാം ഇവരാക്കാന്നൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതോട് ഒപ്പം കുറേ കോളേജുകളിൽ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളുണ്ട്. പിന്നെ സമസ്തനോട് ബന്ധപ്പെട്ട് വരുന്ന ഫത്വകളും മറ്റും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. ഇതുപോലെ ഖാദി സ്ഥാനത്ത് മിഞ്ഞാന്ന് 7 തലാഖിൻ്റെ പ്രശ്നമായിരുന്നു, 7 അതിൽ ഞാൻ ഖാദിയായ സ്ഥലത്തുള്ളത് 2 ബാക്കിയൊക്കെ വേറെ പലരും ഖാദിയായ സ്ഥലത്തുള്ളതാണ്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് പലരും വരുമ്പോൾ ഇതെല്ലാം കൂടി ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പിന്നെ ഈ നിങ്ങളൊക്കെ ഒരു വല്ലാത്ത സ്നേഹവും പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇത് ഏറ്റവും മാത്രം, ഇതിൻ്റെ എല്ലാം പിന്നിൽ പോകേ, ഇതിനു വേണ്ടി ആരെങ്കിലും ആളെ പറഞ്ഞേക്കെ, ഇങ്ങനത്തെ ഒരു പണി എനിക്കില്ല, മനസ്സിലായില്ലേ? എനിക്കതിനോട് കഴിയൂല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒന്നിനും ഇതുവരെ ഒരു സ്ഥാനങ്ങളും ഞാൻ ആവശ്യപ്പെട്ടിട്ടതല്ല. സമസ്തയുടെ പ്രസിഡന്റ്, സമസ്തയുടെ ഖജാൻജി എന്നൊക്കെ പറയണത് സമസ്തയുടെ ഫത്വ കമ്മിറ്റി. ഞാൻ മുഷാവറിയിൽ വെറുതെ പിറ്റേ ദിവസം ബാപ്പുലിയറിനോട് പറഞ്ഞു നിങ്ങൾ ഫത്വ കമ്മിറ്റി അംഗമാവണം. അതേപോലെ തന്നെ സമസ്തൻ്റെ ഖജാൻജി ആയതും സമസ്തൻ്റെ പ്രസിഡൻ്റ് ആയതും ഒക്കെ ഇതൊന്നും ഇതിൻ്റെ പിന്നിൽ പോയിട്ടല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ, ചോദിക്കാതെ കിട്ടിയാൽ അതിൻ്റെ സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആ സഹായം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങളെങ്ങനെ ഇതൊക്കെ എത്തിക്കാമെന്ന്, ഇതെല്ലാം കൂടി എങ്ങനെ നിങ്ങൾ ചെയ്യാമെന്ന് ചോദിക്കലുണ്ട്. ഞാനിതൊക്കെ മുടങ്ങാതെ എല്ലാ സംഗതികളും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ ഒരു ഗുരുത്വത്തിൻ്റെ പിന്നിലുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. മഹാന്മാരാകുന്ന നമ്മളെ മശായിഖന്മാരുടെയും പ്രത്യേകിച്ച് ശൈഖുനാ ശംസുൽ ഉലമയുടെയും അതുപോലെ നമ്മുടെ അജിതാദിൻ്റെയും ഒക്കെ ഒരു ഗുരുത്വം ഉണ്ട്. അതുകൊണ്ടിട്ട് ഈ സംഗതികളൊക്കെ വളരെ നല്ല നിലയ്ക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ മഹല്ലത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമില്ലാത്ത ഒരു ജമാഅത്തിന് ഇത് പിടിച്ച് കൂട്ടരുത് എന്ന്. വളരെ മനസ്സറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ കൂടിയാൽ മതി, ആരെയും നിർബന്ധിച്ചുകൊണ്ട് ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഇന്ന തൊലിയത്ത് ചെയ്യാൻ വേണ്ടി ആരെയും കൂട്ടരുത്. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രമാണ് കൂടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് അംഗീകരിച്ചത്. ഞാൻ ആന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കലുണ്ട്, ഇതിൽ എത്ര ജമാഅത്തായി? ഈ ജമാഅത്തുകൾക്കൊക്കെ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ കൂടിയാൽ മാത്രം മതി, അങ്ങനത്തെ ജമാഅത്തുകൾ മാത്രം ഇതിൽ അങ്ങായാലും മതി. നമുക്ക് എത്ര ജമാഅത്ത് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു ജമാഅത്തും ഇല്ല നിൽക്കുക, എന്നാലും ഇപ്പോൾ എനിക്കൊരു കുറവൊന്നുമില്ല. ഞാൻ സമസ്തൻ്റെ പ്രസിഡന്റ് എന്നുള്ളത് അത് മാത്രം മതി. വേറെ ഇപ്പോൾ ഇവിടെ കുറേ മഹല്ലത്തിൻ്റെ ഖാദിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ കുറേ കോളേജ് ദർസ് എടുത്തിട്ടുണ്ടെന്നോ. ഞാൻ എൻ്റെ ശിഷ്യന്മാരൊക്കെ എന്നോട് പറയും, ഉസ്താദെ നമുക്കൊരു ശിഷ്യ സംഗമം ഉണ്ടാക്കണം. ഞാൻ പറയില്ല, എന്താണെന്ന് മരിച്ചപ്പോൾ എല്ലാവരും വന്ന് ഉഷാറാക്കിയാൽ മതി, പിന്നെ എനിക്കിപ്പോൾ ശിഷ്യാംഗമൊന്നും വേണ്ടാതാ. അങ്ങനെ ഞാൻ ശിഷ്യസംഗമം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് 10,000 ശിഷ്യന്മാരുണ്ടാവും. ഞാൻ ശിഷ്യ സംഗമമൊന്നും ഞാൻ ഉദ്ദേശിക്കില്ല. ഞാൻ എല്ലാവരോടും പറയില്ല. എപ്പോഴും പലപ്പോഴും നോക്കാൻ കുട്ടികൾ പറയണ്ട ശിഷ്യം. ഞാൻ പറഞ്ഞു, എനിക്ക് ശിഷ്യ സംഗമമൊന്നും വേണ്ട, ഞാൻ മരിക്കുമ്പോൾ നിങ്ങളെ ശിഷ്യന്മാരിലൂടെ വന്ന് ഉഷാറാക്കിയാൽ മതി, വേറൊന്നും ആവശ്യമില്ല എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് എനിക്കൊരു പേരിന് വേണ്ടിയൊന്നുമല്ല, ഒരു മസ്ലഹത്ത് എന്നുള്ളവർക്ക്. ഇങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചില മസ്ലഹത്ത് എന്നുള്ളവർക്ക് ഒരുപാട് മഹല്ലുകളിൽ ഇപ്പോൾ ഞാൻ ഖാദിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇതും ഞാൻ ഇവിടെ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു ഖാദി എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഞാനിപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. എന്താണ് ഖാദി? ഖാദിൻ്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? ഖാദിനോട് നിങ്ങൾ ചെയ്യേണ്ടതായ കടപ്പാടുകൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ ഓരോ പ്രത്യേക ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോന്നിനെ സംബന്ധിച്ചും വിശദമായി സംസാരിക്കാം. അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വലിയൊരു അനുഗ്രഹം, അള്ളാഹു ഈ നാട്ടിലേക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ളതായ, ഖാദി എന്നുള്ള നിലക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ളതായ ഒരു അവസരം അള്ളാഹു എനിക്ക് ഒരുക്കി തന്നു. അതോടൊപ്പം സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഒരു ഖിദ്മത്ത് കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവും, യാതൊരു സംശയമില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗലിയത്തിനെ സ്വീകരിക്കും. നിങ്ങൾ ഈ ചെയ്തതായ ഈ സ്നേഹവും നിങ്ങൾ ഇവിടെ കാണിച്ചതായ ഈ ആദരവിനൊക്കെ
എന്നോട് അത് മറുപടിയായി അതെനിക്ക് നിങ്ങൾക്ക് പ്രതിപകാരമായി അങ്ങോട്ട് ചെയ്യാനൊന്നുമില്ല ദുആ അല്ലാതെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും. ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒരു മനുഷ്യൻ, നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ള സൈറ്, അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അള്ളാഹുവിലേക്കുള്ള ആ സൈറ്, ആ യാത്ര, ലാ യുംകിനു ലിൽ ഇൻസാനി ഇന്നൽ ഇൻസാന ലാ യുംകിനു ലഹു അൻ യസീറ ഇലല്ലാഹ് ഇല്ലാ ബി ഈമാനിൻ സഹീഹ്. അള്ളാഹുവിലേക്കുള്ളതായ ഈ പ്രയാണം നമുക്ക് സാധ്യമാവണമെങ്കിൽ സഹിയായ ഈമാൻ നമ്മൾക്കുണ്ടാവണം. നമ്മൾ ഈമാൻ സഹിയാവുക എന്ന്, ഈമാൻ സഹിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈമാൻ അള്ളാഹുവിൻ്റെ ഒരു വിശുദ്ധമായ നൂറാണ്. ആ നൂറ് ഹൃദയത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ആ ഹൃദയം അന്നൽക്ക് ശുദ്ധീകരിക്കുമ്പോഴേ ആ നൂറ് ഹൃദയത്തിൽ ശരിയായ വിധത്തിൽ പതിക്കുള്ളൂ. അപ്പോൾ വിശ്വസിക്കേണ്ട സംഗതികളിൽ വിശ്വസിക്കുക, ബഹുമാനിക്കേണ്ട സംഗതികളെ ബഹുമാനിക്കുക, ആദരിക്കേണ്ടതിനെ ആദരിക്കുക. ദീൻ്റെ ഷിയാറുകളുള്ളതായ ബഹുമാനവും ആദരവൊക്കെ നമുക്കുണ്ടാവുക. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക. റസൂൽ പറഞ്ഞില്ലേ, ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ, അൻസാറുകളുള്ള സ്നേഹം ഈമാനിൽ നിന്നുണ്ടാവണം. ഈമാൻ സഹിയാവുക എന്ന് പറഞ്ഞാൽ അതാണ്. സ്നേഹിക്കപ്പെടേണ്ട ആളുകളുള്ള സ്നേഹത്തിന് മാത്രം ശക്തമായ നിലക്കുള്ള ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക. അപ്പോൾ അൻസാറുകളോടുള്ള സ്നേഹം ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ്. അപ്പോൾ ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞ വസ്തുക്കളാണെങ്കിലും അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞ വ്യക്തികളാണെങ്കിലും ആ വ്യക്തികളോടുള്ള സ്നേഹം നമുക്കുണ്ടായിത്തീരാം. അത് നമ്മളെ ഹൃദയത്തിൽ ഈമാനുണ്ട്. ആ സ്നേഹത്തിൻ്റെ ശക്തി അനുസരിച്ചായിരിക്കും ഈമാൻ. നമ്മൾക്ക് എത്രമാത്രം ഈമാൻ ശക്തിയാണോ അതനുസരിച്ച് നമ്മളെ സ്നേഹത്തിലും നമ്മൾ ശക്തന്മാരായിരിക്കും. നേരെ മറിച്ച് ഈമാൻ എനിക്ക് ഉഴഫ്, എനിക്ക് ബലഹീനത ഉണ്ടായി തീർന്നാൽ അതനുസരിച്ച് എന്താവും എന്നറിയോ, നമ്മുടെ ഈ മഹബത്താണെങ്കിലും അതുപോലെ തന്നെ തഅ്ളീമാണെങ്കിലും അതിനിക്കും ദുർബലത ഉണ്ടായിത്തീരും. അപ്പോൾ അത് അന്നൽക്ക് സഹിയായ ഈമാനെ നമ്മളൊക്കെ ഉണ്ടാക്കി തീർക്കുക. അപ്പോൾ അഖീദത്തിൻ സാബിത്തത്താവുന്നതായ അഖീദ, എന്തെങ്കിലും നിലക്കുള്ള അഖീദ പോരാ. ആ അഖീദ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കപ്പെടേണ്ടതായ രേഖകളുണ്ട്. ആ രേഖകൾ മുഖാന്തരം സ്ഥിരപ്പെട്ടതായ അഖീദയാവണം നമ്മളെ അഖീദ. ഇപ്പോൾ സുന്നികളാവുന്ന നമ്മൾ ഒരു ചെറിയ നല്ലൊരു ദിവസം, ആ ദിവസം നമ്മളൊരു ചീരണി ഉണ്ടാക്കണം. മുജാഹിദ് ജമാഅത്തൊക്കെ പറയും അത് പണ്ട് മുസ്ലിംമാർക്ക് ഭക്ഷണത്തിന് യാതൊരു വകുപ്പില്ലാതായപ്പോൾ അവരുണ്ടാക്കിയതാണ്. അങ്ങനെയല്ല, അത് അതിനൊരു അടിസ്ഥാനമുണ്ട്. മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് തന്നെ കാണാം. ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നുണ്ട്, കാനത്ത് ഫീന ഇമ്രാത്തു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബീവി ഉണ്ടായിരുന്നു. സഹാബത്ത് പറയണം, അവൾ തജഅലു ഫീ അർബഈ നഖ്ലിഹി, ഈത്തപ്പന തോട്ടത്തിലേക്ക് പോകുന്നതായ ആ തോടിൻ്റെ ഇരുവശത്തും ഈ ചീരപ്പുല്ല് പോലത്തതായ ഒരു പുല്ല് നട്ട് വളർത്തുന്നു. എന്നിട്ട് വെള്ളിയാഴ്ച ഈ പുല്ല് അരിഞ്ഞു കൊടുന്ന് അത് കുറച്ച് പൊടി, ആ ഗോതമ്പത്തിൻ്റെ പൊടിയും കുറച്ച് മധുരവും കുറച്ച് മാംസമൊക്കെ ചേർത്ത് ഈ ചീരപ്പുല്ലിട്ടൊരു പലഹാരം ഉണ്ടാക്കും. സഹാബത്ത് ഇതിനെപ്പറ്റി പറയലെന്താണെന്നറിയും, കുന്നാൻ അത്തമന്നായ ഉമൽ ജുമാ, ഞങ്ങൾക്കൊക്കെ ജുമാ ദിവസമായാൽ വേണ്ടില്ലായിരുന്നു എന്നുള്ള വലിയ കൊതിയാണ്. അപ്പം നമ്മളൊക്കെ വിചാരിച്ചെന്താ ജുമാ ദിവസം ആയാൽ വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജുമാ ദിവസം കൊണ്ട് വരുമല്ലോ, എന്നാൽ ഇബാദത്ത് ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് അവർ ഇരിക്കുന്നത്. അതല്ല, അവരപ്പോൾ ഉദ്ദേശിച്ചത് ലി ത്വാമിഹാന്ന്, ഈ സ്ത്രീ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് പലഹാരം പള്ളിയിലേക്ക് എല്ലാ വെള്ളിയാഴ്ച കൊണ്ടുവരും. പള്ളീൻ്റെ മുറ്റത്ത് ഈ ബീവി ഇരിക്കും. സഹാബത്തൊക്കെ വന്നിട്ട് മുസല്ലിമു അലിഹ, ഞങ്ങളൊക്കെ സലാം ചെല്ലും. എന്നിട്ട് ഇതിൽ നിന്ന് എന്താക്കുന്നറിയോ, ചമ്മന്തിയൊക്കെ നാമക്കുന്നത് പോലെ ഒന്ന് കൈകൊണ്ട് തോണ്ടി നാമക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളൊക്കെ അതൊന്ന് തൊട്ട് നാമിച്ച് പോകും. ഈ ഭക്ഷണത്തിന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. ഇതെല്ലാ ആഴ്ച ഈ സ്ത്രീ ചെയ്യണ പണിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്ത്രീനോട് പറഞ്ഞു, ഈ പണി ചെയ്യരുത്, ഈ പണി ചെയ്താൽ പിന്നീട് എൻ്റെ ഉമ്മത്തിൽ നിന്ന് വരുന്ന മുജ്തഹിദീകളാവുന്ന അയിമ്മത്ത് മനസ്സിലാക്കും, എല്ലാ നല്ല ദിവസങ്ങളിലും പള്ളിയിലേക്ക് എന്തെങ്കിലും ഒരു ചീരണി കൊണ്ടേ കൊടുക്കണം എന്നവർ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഈ പണി ചെയ്യരുതെന്ന് റസൂല പറഞ്ഞില്ല. ഈ പെണ്ണ് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി പള്ളിയിൽ സഹാബത്തൊക്കെ ജുമാക്ക് വേണ്ടി വരുമ്പോൾ ഇവൾ ആ പള്ളീൻ്റെ ഒരു മുറ്റത്തൊരു മൂലയിൽ വന്നിരിക്കും. അവർ ജുമാ നിർബന്ധമാണെങ്കിൽ ആ പെണ്ണ് ജുമാക്ക് കൂടുമല്ലോ. അപ്പോൾ ജുമായ പെണ്ണുങ്ങൾക്ക് നിർബന്ധമില്ല എന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് പള്ളിയുടെ ഒരു ഇതിലല്ല വന്നിരിക്കുന്നത്, ആ മുറ്റത്തൊരു മൂലയ്ക്ക് ഇരുന്ന് ഈ ജുമായ കഴിഞ്ഞ് ആണുങ്ങൾ വരുമ്പോൾ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും അതിനൊന്നും എന്താക്കും, തൊട്ട് താമക്കും, അത്രമാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് ഒരു പ്രത്യേക പലഹാരം പള്ളിയിലേക്ക് കൊടുത്തേക്കാം എന്നതുപോലെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ പ്രത്യേക പലഹാരങ്ങൾ ഉണ്ടാക്കി പള്ളിയിലേക്കൊക്കെ കൊടുത്തയക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതാണ് സ്ഥാപിതത്താവുന്നതായ അഖീദ. വ ഖൽബി യർഹാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ സർവ്വ ഹുദൂദുകളെയും പരിപൂർണമായും കൊണ്ട് പരിഗണിച്ച് ജീവിക്കുന്നതായ ഒരു ഹൃദയം. നമ്മളെ ഹൃദയം എങ്ങനെ ആവണം എന്നറിയാം. നമ്മൾ അവയവങ്ങളെ നിയന്ത്രിക്കാൻ ഈ ഹൃദയത്തിന് കഴിയണം. അവയവങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഈ ഹൃദയം കൊണ്ടാണ്.
അപ്പോൾ ഏതൊരു അവയവവും അള്ളാഹു അനുവദിക്കപ്പെട്ടതായ മേഖല അല്ലാത്ത മേഖലയിൽ ഈ അവയവത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. അള്ളാഹു അനുവദിക്കപ്പെട്ട മേഖല അല്ലാത്തതിൽ നമ്മൾ അവയവത്തിനെ നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ അത് ഒന്നിരിക്കൽ ഹറാമാവും, അല്ലെങ്കിൽ കറാത്താവും, അല്ലെങ്കിൽ ഖിലാഫുൽ ഔലിയാവും. അപ്പം ആ നിലക്ക് അങ്ങനത്തെ ഒരു ഹൃദയം വേണം. അമാലിൻ മുഖയ്യദത്തിൻ ബി ശരിയത്തില്ല, ശരീഅത്തിൻ്റെ ആ സ്വഭാവങ്ങൾ പൂർണ്ണമായും കൊണ്ട് പാലിച്ചുകൊണ്ടുള്ള അമലുകളാവണം. അതാണ് കള്ള ശേഖന്മാരെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ചില കള്ളന്മാർ ഞങ്ങൾ ആളാണ്, അങ്ങനെയാണ്, ഇങ്ങനെ നിൽക്കിയിരിക്കില്ല, നോമ്പ് വിൽക്കില്ല, ആളുടെ മുന്നിൽ നിന്ന് നോമ്പിന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അതും ഇതും വിളിച്ചു പറയും. അങ്ങനത്തെ വരെ പറ്റിയാണ് പറയുന്നത്. അമാലിൻ മുഖയ്യദത്തിൻ ബി ശരിയത്തില്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ ശരീഅത്ത്, ആ ശരീഅത്ത് അനുസരിച്ചുള്ള അമലുകളും നമുക്കുണ്ടാവണം. അഖ്ലാഖിൻ ആലിയത്തിൻ മുഖ്തബസത്തിൻ മിൻ റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്നിട്ട് എന്താവുക, പകർത്തപ്പെടുന്ന അങ്ങനത്തെ വിശുദ്ധമാവുന്നതായ സ്വഭാവ ഗുണങ്ങളുണ്ടാവണം. എന്നാലൊരു മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള സൈറ്, ആ പ്രയാണം സാധ്യമാവുള്ളൂ. അപ്പോൾ ആ നിലക്ക് നമ്മളെ വിശ്വാസം ശരിയാക്കുക. വിശ്വാസം കണ്ടില്ലേ, ശരിയായ വിശ്വാസമാവണം. ഷിയാക്കളെ വിശ്വാസം പറ്റൂല. ഷിയാക്കൾ കണ്ടില്ലേ, അലി റളിയല്ലാഹു തആല അൻഹുവിനേക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്ഥാനം എന്ന് പറയുന്നത്. സഹാബത്ത് എന്താ പഠിപ്പിച്ചത്? കുന്നാ നുഫദ്ദിലു ബഅദനാ അലാ ബഅദ്, ഞങ്ങൾ മറ്റു ചിലരേക്കാൾ ഫضലുണ്ട് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ഫനുഫദ്ദിലു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്ക് ഫضലുണ്ട് എന്ന് ഞങ്ങൾ പറയും. ആരേക്കാൾ? അലാ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ. ഉമർ അലാ ഉസ്മാൻ, ഉസ്മാൻ അലാ അലിയിൻ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനേക്ക്, അലി റളിയല്ലാഹു അൻഹു മോശക്കാരനെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫضല് കഴിച്ചിട്ടേ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് വരെ ഫضലുള്ളൂ. ഉമർ ബിൻ ഖത്താബിൻ്റെ ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്കുള്ളൂ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ശേഷം അലി. ഇതാണ് ശരിയായ അഖീദ. അഖീദത്തിൻ സഹിയത്തിൻ, ശരിയായ അഖീദ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഷിയാക്കളെ അഖീദ നോക്ക്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്ഥാനം അവർ അലി റളിയല്ലാഹു അൻഹുവിനേക്ക് നൽകണം. ഇത് സഹാബത്ത് മനസ്സിലാക്കിയും നബി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതായ വിശ്വാസത്തിനെതിരാണ്. അങ്ങനത്തെ ശരിയായ അഖീദയാവണം നമ്മളെ അഖീദ. ഇന്നൽക്കുള്ളതായ അഖീദനെ ശരിയാക്കി, ഹൃദയത്തിനെ ശരിയാക്കി, അമലുകൾ ശരീഅത്തിനോട് മുവാഫിഖായ നിൽക്കുള്ള അമലുകളുണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പകർത്തപ്പെടുന്നതായ സ്വഭാവങ്ങളുണ്ടായി. അങ്ങനത്തെ ഒരു വിശുദ്ധ മുഅ്മിനായി കൊണ്ട് ജീവിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ എല്ലാവരും നമ്മളെ ആദരിക്കും, എല്ലാവരും നമ്മളെ ബഹുമാനിക്കും. അങ്ങനെയല്ലേ? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ വമൻ അതാഅല്ലാഹ അതാഅഹു കുല്ലു ഷൈ. അള്ളാഹിനെ പേടിച്ചാൽ എല്ലാവരും അവനെ പേടിക്കും, അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടാൽ എല്ലാവരും അവനെ വഴിപ്പെടുകയും ചെയ്യും. സഈദ് ബിൻ ജുബൈർ തങ്ങളെ വധിക്കാൻ വേണ്ടി ഹജ്ജാജ് ബിൻ യൂസുഫ് തീരുമാനിച്ചു. ഹജ്ജാജ് അങ്ങനെയാണ്, ഒരുപാട് പണ്ഡിതന്മാരെ വധിച്ചിട്ടുണ്ട്, ഒരുപാട് തങ്ങന്മാരെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ സഈദ് ബിൻ ജുബൈർ തങ്ങളെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സഈദ് ബിൻ ജുബൈർ തങ്ങളെ പിടിക്കാൻ വേണ്ടി ഒരു 20 അംഗത്തിനെ നിശ്ചയിച്ചു. അവരോട് പറഞ്ഞു, സഈദ് ബിൻ ജുബൈർ തങ്ങളെ പിടിച്ചുകൊണ്ടിരണം, പിടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ മുത്തല്ലഖത്താണ്. അപ്പോൾ അവർക്ക് പേടിയായിപ്പോയി. നമ്മളെങ്ങാനും സഈദ് ബിൻ ജുബൈർ തങ്ങളെ പിടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാളെ ഭാര്യ എന്തായി പോകും, തലാഖില്ലപ്പെട്ടവളായാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ എവിടെ ഉണ്ടായാലും പിടിക്കണം. ഇവർ പിടിക്കാൻ ഇറങ്ങി നടന്ന് ഒരു വനത്തിലെത്തിയപ്പോൾ അവർ ക്രിസ്തീയ പുരോഹിതൻ്റെ അവിടെ അയാളോട് ചോദിച്ചു. അയാളോട് സത്രത്തിൽ ഇരുന്ന് കൊണ്ട് ഇബാദത്ത് ചെയ്യുക. അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, കുറച്ചങ്ങോട്ട് പോയ മുസ്ലിമീങ്ങളുണ്ട്, അവരോട് ചോദിച്ചു നോക്ക്. അങ്ങനെ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ സഈദ് ബിൻ ജുബൈർ തങ്ങളെ ഇവർ കണ്ടു. മൂപ്പര് ഇങ്ങനെ ഇബാദത്തിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഹജ്ജാജിൻ്റെ ആൾക്കാരാണ്, നിങ്ങളെ പിടിച്ചോണ്ടിരാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂപ്പര് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ വരാം, എന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. മൂപ്പര് അവരെ കൂടെ പോരുകയാണ്. എന്തിനു വേണ്ടി? മൂപ്പരെ വധിക്കാൻ വേണ്ടിയാണ് ഹജ്ജാജ് ഇവരോട് പിടിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ രാത്രി ഈ ക്രിസ്തീയ പുരോഹിതൻ്റെ സത്രത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ക്രിസ്തീയ പുരോഹിത അവരോട് പറഞ്ഞു, രാത്രി നിങ്ങൾ ഇതിലെ സഞ്ചരിക്കേണ്ട, ഇവിടെ വന്യമൃഗങ്ങളുണ്ട്, നിങ്ങളെ പിടിച്ചു എന്നാണ്. അപ്പോൾ ഇവർ അതിൽ കൂടാതെ തീരുമാനിച്ചു. ഈ ക്രിസ്തീയ പുരോഹിതൻ്റെ ഈ സത്രത്തിൻ്റെ ഉള്ളിൽ സഈദ് ബിൻ ജുബൈർ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കില്ല, ഞാൻ അവിടെ പുറത്തിരിക്കണം, ഇവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റൂല എനിക്ക്, ഞാൻ അവിടെ പുറത്ത് നിന്ന് ഇബാദത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് തോന്നിയത് ഒളിച്ചോടാനാണ്. അപ്പോൾ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു, ഇയാൾ ഇവിടുന്ന് ഒന്നുകിലും ഒളിച്ചോടും, അതല്ലെങ്കിൽ ഇയാളെ മൃഗങ്ങൾ വന്ന് തിന്നും. മൂപ്പരവിടെ ഇരുന്ന് നേരം വിളിക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താ? ആ വനത്തിലുള്ളതായ കുറേ സിംഹങ്ങൾ വന്ന് സഈദ് ബിൻ ജുബൈർ തങ്ങളെ ചുറ്റും നിൽക്കുകയാണ്, കാവലിക്കുകയാണ്. ഇനി ആ വനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗം വന്നിട്ട് സഈദ് ബിൻ ജുബൈർ തങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇനി ഈ സിംഹങ്ങൾ വന്നാണ് കാവൽ നിൽക്കുന്നത്. അപ്പോൾ സഈദ് ബിൻ ജുബൈർ നേരം വെളുത്തപ്പോൾ ഈ മൃഗങ്ങളോട്, സിംഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളിയും. ഈ ഇതിൻ്റെ ആവശ്യം മൂപ്പർക്ക് ഉണ്ടായിട്ടല്ല. ആരാണ് സഈദ് ബിൻ ജുബൈർ തങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ മൂപ്പരവിടെ പുറത്തിരുന്നു? മൂപ്പര് ഒളിച്ചോടാൻ വേണ്ടി പുറത്തിരുന്നതല്ല, മൂപ്പര് ഇവിടെ പുറത്തിരിക്കുക എന്ന് പറഞ്ഞു. ആ ഈമാൻ്റെ ഒരു ശക്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇത് കണ്ടപ്പോൾ ക്രിസ്തീയ പുരോഹിതൻ ഇറങ്ങി വന്നിട്ട്, നിങ്ങൾ ഏത് ദീനുമല്ല എന്ന് ചോദിച്ചു. ഞങ്ങൾ മുഹമ്മദ് നബിൻ്റെ ദീനപ്രകാരം ജീവിക്കണവൻ, എന്നാൽ അതിൽ കൂടാനുള്ളതായ വാക്കൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നു. ഷഹാദത്ത് കൽബിയിൽ ആ ക്രിസ്തീയ പുരോഹിതൻ മുസ്ലിമായി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അതാണ്, അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും അവരെ പേടിക്കും, എല്ലാവരും അവരെ സ്നേഹിക്കും, എല്ലാവരും അവരെ ആദരിക്കും. അപ്പോൾ അല്ലാഹുവിനെ ഈ പറഞ്ഞ സ്വഭാവത്തിൽ അഖീദ നന്നാക്കി
ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അമലുകൾ ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പകർത്തപ്പെട്ട നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിക്കൊണ്ടിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കും, എല്ലാവരും നമ്മളെ ബഹുമാനിക്കും. ഈ ലോകത്ത് ഏത് വിശ്വാസികളാണെങ്കിലും നമ്മളെ ബഹുമാനിക്കും, ആരും നമ്മളെ സ്നേഹിക്കും. ആ നിലക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുസ്ലിമീങ്ങൾ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും അങ്ങുമിങ്ങും പിന്നെ എന്തെങ്കിലും നിലക്കുള്ള എതിർപ്പുകളോ എന്തെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളോ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതാണ് ശരിയായ ഇസ്ലാമിൻ്റെ റൂട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അന്നൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ മഹല്ലുകളിലൊക്കെ ഈ കാണുന്ന സന്തോഷവും സൗഹാർദ്ദവും മറ്റ് മതങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ടിട്ട് നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ.